ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു തെയ്യത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്ത് പോകരുത്, വീഡിയോ ഫുള്ളായിട്ട് കാണണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രധാന തെയ്യക്കോലങ്ങളിലൊന്നായ ചെറുവാട്ടിൽ ഗുരുക്കൾ തെയ്യമാണിത്. മതസൗഹാർദ്ദത്തിൻ്റെയും ഗുരുഭക്തിയുടെയും പ്രതീകമായാണ് ഈ തെയ്യം അറിയപ്പെടുന്നത്. കളരിപ്പയറ്റിൽ അഗ്രഗണ്യനായ ഒരു ഗുരുനാഥൻ്റെ സ്മരണാർത്ഥമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. പണ്ട് ഈ പ്രദേശത്തുണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു കളരി ഗുരുനാഥനാണ് ചെറുവാട്ടിൽ ഗുരുക്കൾ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ദൈവാംശമുള്ള ആത്മാവിനെ തെയ്യമായി ആരാധിക്കാൻ തുടങ്ങിയെന്നാണ് വിശ്വാസം. സാധാരണ തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ശാന്തവും എന്നാൽ ഗാംഭീര്യമുള്ള രൂപമാണ് തെയ്യത്തിൻ്റേത്. തെയ്യം എന്നത് കേവലം വേഷം മാത്രമല്ല, അതൊരു പ്രത്യേക ആത്മീയ അവസ്ഥയാണെന്ന് ഈ ചടങ്ങ് സൂചിപ്പിക്കുന്നു. ചെറുവാട്ടിൽ ഗുരുക്കൾ തെയ്യം തീയിൽ കൂടി നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തീക്കനൽ കൂട്ടിയിടുന്നത്. ഇതിന് മേലേരി എന്ന് പറയും. ഐതിഹ്യപ്രകാരം ഇതിനെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. ചെറുവാട്ടിൽ ഗുരുക്കൾ വലിയ അഭ്യാസി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തിയിലും ഭക്തിയിലും ദേവിക്ക് ഒരു പരീക്ഷണം നടത്തണമെന്ന് തോന്നി. ഗുരുക്കളുടെ ആത്മശുദ്ധിയും ശക്തിയും ലോകത്തിന് കാണിച്ചു കൊടുക്കാനായി ദേവി അദ്ദേഹത്തോട് എരിയുന്ന കനലിലൂടെ നടക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് വിശ്വാസം. മന്ത്രവിദ്യ കൊണ്ടും അഭ്യാസ പാടവം കൊണ്ടും താൻ നേടിയെടുത്ത ശക്തി വെറും തട്ടിപ്പല്ലെന്നും അത് ദൈവികമാണെന്നും തെളിയിക്കാനാണ് ഗുരുക്കൾ അഗ്നിപ്രവേശം നടത്തിയത്. തനിക്ക് അഗ്നി ഏൽക്കില്ലെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. തെയ്യം മേലേരിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അഗ്നിക്ക് ചുറ്റും വലം വെക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. മലബാറിലെ പല തെയ്യക്കാവുകളിലും ഓരോ സമുദായത്തിന് കൃത്യമായ ആചാരപരമായ അവകാശങ്ങൾ ഉണ്ട്. ഇവിടെ ആ അവകാശമുള്ളത് കണിയാർ സമുദായത്തിനാണ്. മേലേരിയിൽ ആദ്യം ഇറങ്ങുന്നത് കണിയാരാണ്. പരമ്പരാഗതമായി ജ്യോതിഷത്തിലും മന്ത്രവാദത്തിലും അറിവുള്ള കണിയാർ മന്ത്രോച്ചാരണങ്ങളോടെ ആദ്യം തീയിൽ ഓടിക്കൊണ്ട് ആ കളത്തിൽ തെയ്യത്തിനിറങ്ങാൻ പാകത്തിൽ ശുദ്ധീകരിക്കുന്നു. തെയ്യത്തിനെ പോലെ വേഷങ്ങളോ ചമയങ്ങളോ ഒന്നും തന്നെ കണിയാർക്കില്ല. ഒരു വെള്ള മുണ്ട് മാത്രമാണ് അവരുടെ വേഷം. ഏറെ നാളത്തെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് അദ്ദേഹം ഈ കർമ്മം ചെയ്യുന്നത്. തെയ്യം എന്ന ദൈവിക ചൈതന്യം അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പ്രകൃതി ശക്തികളോടും അഗ്നിയോടും അനുവാദം ചോദിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണിത്. വഴികാട്ടുക അല്ലെങ്കിൽ അഗ്നിയെ ശാന്തമാക്കുക എന്നൊരു ധർമ്മവും കൂടിയാണിത്. അതുമാത്രമല്ല, ആ മണ്ണും അഗ്നിയും പൂർണ്ണമായും പരിശുദ്ധവും തെയ്യത്തിന് അനുകൂലവുമാണെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ആചാരമായ മുന്നടപടി കൂടിയാണ് കണിയാർ ആദ്യം അഗ്നിയിലേക്ക് ഓടുന്നത്.
ഗുരുക്കളുടെ ആത്മീയ ശക്തിയാൽ ഇദ്ദേഹത്തിന് പൊള്ളലേൽക്കില്ലെന്നും ഗുരുക്കളുടെ ചൈതന്യം ഇദ്ദേഹത്തിലും ആവേശിക്കുന്നു എന്നുമാണ് ഭക്തരുടെ വിശ്വാസം. വേഷമൊന്നുമില്ലാതെ തന്നെ ദൈവികമായ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒന്നാണിത്. ഇനി നമുക്ക് തെയ്യം മേലേരിയിൽ പ്രവേശിക്കുന്ന ചടങ്ങ് കാണാം. ഈ ചടങ്ങ് നേരിട്ട് കാണുന്നത് അതീവ ഭക്തി നിർഭരവും വിസ്മയിപ്പിക്കുന്നതുമായ ഒരു അനുഭവം കൂടിയാണ്. അഗ്നിയിലൂടെ കടന്നു പോകുന്നത് വഴി എല്ലാ ദോഷങ്ങളും മാറി നാടിന് ഐശ്വര്യം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. അപ്പോൾ അഗ്നിയെ പോലും അതിജീവിക്കുന്ന ഭക്തിയും ആത്മബലവും കാണിക്കാനാണ് ചെറുവാട്ടിൽ ഗുരുക്കൾ തെയ്യം അഗ്നിയിൽ പ്രവേശിക്കുന്നത്. ജീവിതം മുഴുവൻ വിദ്യക്കും ഭക്തിക്കുമായി ഒഴിഞ്ഞുവെച്ച ഗുരുക്കൾ ഒടുവിൽ അഗ്നിയിൽ പ്രവേശിച്ച് മോക്ഷം പ്രാപിച്ചു എന്നൊരു വിശ്വാസമുണ്ട്. ആ സമർപ്പണത്തിൻ്റെ പ്രതീകവും കൂടിയാണ് ഈ ചടങ്ങ്. ഗുരുനാഥനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ കഠിനമായ കർമ്മം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീരപുരുഷനായ ചെറുവാട്ടിൽ ഗുരുക്കൾ തെയ്യത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം. സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.